ഹായ് സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അകലെ എവിടെയോ കാലത്തിന്റെ കരിമ്പടം നീക്കി ഒരു കഥ തുടങ്ങുകയാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു കഥയല്ല. നിങ്ങളുടെ ഉള്ളിൽ എന്നേക്കുമായി എഴുതി ചേർത്ത സ്നേഹത്തിന്റെ ഒരു സത്യകഥ. ആ കഥയുടെ നായികയെക്കുറിച്ച് പറയാം. നമ്മൾ ആദ്യമായി ഈ ലോകം കണ്ടപ്പോൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ എത്തിച്ചേർന്നു. ആ കൈകൾക്ക് അമ്മ എന്നു പേര്. ആ അമ്മയായിരുന്നു നമ്മുടെ ആദ്യത്തെ ലോകം, നമ്മുടെ ആദ്യത്തെ താരാട്ട്, വിശപ്പടക്കിയ അമൃത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മളെ വലിച്ചെടുത്തത് ആ സ്നേഹത്തിന്റെ ഊർജം കൊണ്ടായിരുന്നു. ഒരു പനി വന്നാൽ ഉറക്കമിളച്ചിരുന്ന് നെറ്റിയിൽ തണുത്ത തുണി വെച്ച ആ കൈകൾ, സ്കൂളിലേക്ക് നടക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ധൈര്യം തന്നു തള്ളിവിട്ട ആ തോളുകൾ, ആ കാലം സുഖത്തിന്റെ ഏറ്റവും മധുരമായ താരാട്ടുകളാൽ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഓരോ സുന്ദരമായ താരാട്ടിന് പിന്നിലും ഒരു നിശബ്ദമായ പോരാട്ടം ഒളിഞ്ഞിരുന്നു. നമ്മൾ ഉറങ്ങിയ രാത്രികളിൽ വീടിന്റെ ഭാരങ്ങളോർത്ത് അവർ ഉറങ്ങാതെയിരുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തുന്നിച്ചേർത്ത ഒരുപാട് സ്വപ്നങ്ങൾ പിന്നിലേക്ക് മാറ്റിവെച്ചു. ആ അമ്മയ്ക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഇഷ്ടങ്ങളെല്ലാം അവർ നമ്മുടെ ആവശ്യമെന്ന തകിടിന് അടിയിലൊതുക്കി. നമ്മൾ കരയുമ്പോൾ അവരുടെ കണ്ണുനീർ കാണാൻ അവർ നമ്മളെ അനുവദിച്ചില്ല. സ്വന്തം വേദനകളെല്ലാം അവർ കുന്നുകൂട്ടി നമ്മളോട് പറയുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമായി ചുരുക്കി. കാരണം അവർക്കറിയാം, താൻ തളർന്നാൽ ആ കുടുംബമാകുന്ന വലിയ കപ്പൽ മുങ്ങിപ്പോകുമെന്ന്. നമ്മുടെ ഭാവിക്കു വേണ്ടി സ്വന്തം ഭൂതകാലത്തെ മറന്നു കളഞ്ഞ ആ ത്യാഗമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം. കാലം മുന്നോട്ടു പോയി. നമ്മൾ പറന്നുയർന്നു. ചിറകു വിരിച്ച് ലോകം കീഴടക്കാൻ ശ്രമിച്ചു. അന്നു മുതൽ ആ സ്നേഹത്തിന്റെ ആഴമളക്കാൻ നമ്മൾ തിരക്കുകളെ ഒരു മറയാക്കി. അമ്മ വിളിക്കുമ്പോൾ വേറെ തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവർ നമ്മുടെ വീട്ടിലെ സൗകര്യങ്ങളല്ല ആഗ്രഹിച്ചത്. അവർ കൊതിച്ചത് നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളിലെ ഒരു 5 മിനിറ്റ് പങ്കുവെക്കാനാണ്. ആ മുറ്റത്ത് പൂക്കുന്ന ഓരോ പൂവിനോടും അടുക്കളയിലെ ഓരോ പാത്രത്തോടും അവർ സംസാരിച്ചു. എങ്കിലും അവർ തേടിയത് മറുതലയ്ക്കൽ ഒരു മകന്റെയോ മകളുടെയോ "അമ്മേ, ഞാൻ ഓർത്തതേയുള്ളൂ" എന്നൊരു മറുവാക്കായിരുന്നു. നമ്മൾ ഇന്ന് ജീവിതത്തിൽ വിജയിച്ചു. നമുക്ക് സ്വന്തമായി എല്ലാമുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വിജയം ആരുടെ തോളിൽ നിന്നാണ് നമ്മൾ നേടിയെടുത്തതെന്ന്? ഇന്നത്തെ ഈ സന്ധ്യയിൽ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. അവർക്ക് വേണ്ടി വലിയ വീടുകളോ വില കൂടിയ സമ്മാനങ്ങളോ വേണ്ട. അവർക്ക് വേണ്ടത് നമ്മളിൽ നിന്ന് വീണ്ടും ആ പഴയ സുരക്ഷിതത്വം ഒന്ന് അനുഭവിക്കാനാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഥയുടെ അടുത്ത പേജിൽ എഴുതേണ്ടത് നമ്മളാണ്. നാളെ നമ്മൾ അവരോട് പറയണം, "അമ്മേ, നിങ്ങളുടെ ത്യാഗങ്ങൾക്ക് നന്ദിയുണ്ട്." ആ വാക്ക് അവർക്ക് 1000 സമ്മാനങ്ങളെക്കാൾ വലുതാണ്. അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അവരുടെ കൈകളിൽ സ്നേഹത്തോടെ ഒന്ന് പിടിക്കുക. കാരണം ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം അവർ തന്നെയാണ്. ആ അത്ഭുതത്തെ നമ്മൾ എക്കാലവും സ്നേഹിക്കണം.